എന്റെ അമ്മേ. വാണമുട്ടല്ല എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ വന്നിട്ടുണ്ട്. തള്ളയുടെ മുമ്പിൽ പേച്ച് പറഞ്ഞില്ലേ? വരുന്നുണ്ടെന്ന് പറഞ്ഞ് എത്തില്ലല്ലോ. വരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല, വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മുഷിഞ്ഞപ്പോ നിന്റെ അമ്മയ്ക്കൊന്ന് സുഖവസിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ആശുപത്രിയിൽ മുറിയുണ്ട്, അവിടെ കിടന്ന് സുഖവസിക്കാവുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാ. കിടന്ന് സുഖിക്കല്ലയോ. വന്നിരിക്കുന്നൊരു ക്ഷേമാന്വേഷകൻ നിന്ന് തലയുറ്റി വീണപ്പോ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ല. അതിലെ വേപ്പ് വെറുതെ ഒന്ന് കയറിയതുകൊണ്ട് എന്റെ കണ്ടിപ്പെട്ടു. അല്ലെങ്കിൽ തെക്കേപ്പറമ്പിലെ മാവ് മുറിക്കാൻ ഞാൻ രാജപ്പിന് ആളെവിടേണ്ടി വരുമായിരുന്നു. അതിന് ഞാൻ തന്നെ വേണം. എന്ത് എന്റെ പെങ്ങളായി പോയില്ലേ? എന്തൊക്കെയാ പറയണേ? എവിടായിരുന്നു മോനെ നീ ഇതുവരെ? അറിഞ്ഞില്ലേ? കാന്താരിപ്പൂങ്കുട്ടിയുടെ പുരയില് ഇന്നലെ നല്ല ഓളം കേട്ടത്. ഓളം കയറാൻ അവളുടെ പുര എന്താ വെള്ളം കയറിയോ? ഇറങ്ങിപ്പോയോ? നാട് മുഴുവൻ പാട്ടായ കാര്യങ്ങൾ അവന്റെ വായിന്ന് വീണെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ അവന്റെ ഇടയ്ക്കിട്ട് കയറുന്ന? പകല് മുഴുവൻ പൊതുജന സേവയുടെ പഞ്ചാരി മേളം, രാത്രി പാട്ടും പഞ്ചാരടിയും ആ പെണ്ണിന്റെ പുരയിലും. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ദേവകി. തൊഴുത്തി കെട്ടിയ കണ്ണ് കൊടുക്കുന്ന പുല്ലേ തിന്നു, അലയാൻ വിട്ട കണ്ണ് ഏതനവരാതി പുല്ലും തിന്നും. ഇവൻ ഇങ്ങനെ ആക്കിയത് അവന്റെ തന്റെ ഒറ്റ ചത്ത് മേളിക്കുന്നു കൃഷ്ണ. പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലോ മറ്റോ എന്തോ പഠിക്കാൻ പോയി എന്ന് പറയുന്നു. അത് എന്റെ ചെലവ്. ചെലവാക്കിയ പണത്തിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിഴുങ്ങുന്നുണ്ടല്ലോ. പോരെങ്കിൽ പറ, മൊത്തം ഹെട്ടനെ തന്നേക്കാം. അങ്ങനെ തന്നിരുന്ന കടമാണോ പാർത്ഥായത്? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്ക് പോയിട്ട് ഇച്ചിരി പണിയുണ്ട്. നിങ്ങൾ അമ്മയായി മോനായി മോനെ, അമ്മാവൻ പറയുന്ന ഒന്നും നീ കാര്യാക്കണ്ട. ആര് കാര്യാക്കുന്നമ്മേ? ഇന്നൊന്നിലോ കേൾക്കാൻ തുടങ്ങിയതല്ലോ. എന്നാലും നാട്ടുകാരെ കൊണ്ട് പറയിക്കണം മോനെ. പൂങ്കൊടിക്ക് നീ ആരെന്ന് അമ്മയ്ക്കറിയില്ലേ? നിന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് ആരോരും ഇല്ലാത്ത അവൾ ആ കുടിയിൽ കഴിയുന്നത്. ജന്മം കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവളും എനിക്ക് മോളാ. എന്താ സുലൈമാനേത്? ഇതുവരെ ഓട്ടോ ഒന്നും തടഞ്ഞില്ലേ? ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം വന്ന് ഞാൻ പ്രഭാകരനെ വിട്ടു. എനിക്കൊന്ന് ആശുപത്രി വരെ പോകണം. ഉമ്മ പെറ്റ്. എന്റെ ഉമ്മയല്ല, ബാപ്പാന്റെ 4ാമത്തെ കെട്ടില് എന്റെ 3ാമത്തെ ഉമ്മയുടെ 5ാമത്തെ പ്രസവം. ചെയ്യാൻ എന്താ ശരി? സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നാ വരുന്നേ. മാഷ് പറഞ്ഞു വിട്ടതാ. 6ാം ക്ലാസ്സിലെ മലയാളം മാഷ് ജൈവ പാർത്ഥം വന്നൊന്ന് ക്ലാസ് എടുക്കണം. ഇന്ന് ചിലപ്പോ പരിശോധനയ്ക്ക് ആള് വരും. കുട്ടികൾ വെറുതെ ഇരിക്കുന്ന കണ്ടാ കുഴപ്പമല്ലേ? പാർത്ഥന്റെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് ഭയങ്കര മതിപ്പാ. മലയാളോ? എന്റെ വിഷയം ചരിത്രമല്ലേ? ഓ, ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്ക് മലയാളം ഒരു വിഷയമാണോ? ഒന്ന് ചെല്ലു വാർത്ത. വെയിലത്ത് തലങ്ങും വിലങ്ങും നടക്കാതെ 10 ചക്രം കിട്ടുന്ന കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആശാൻ വിട്ടോ. രാഘവേട്ട, ഇതൊന്നും സുലൈമാന്റെ കൈ കൊടുത്തേക്കണേ. അല്ല രാഘവേട്ട, ഈ വേഷത്തിൽ എങ്ങനെയാ സ്കൂളിലേക്ക് ഒരു മുണ്ട്? ഓ, അത് സാരമില്ല. രാഘവേട്ടനത് സാരമില്ല, പക്ഷെ എനിക്കത് സാരമുണ്ടേ. വെണ്ണകെട്ട കള്ളൻ, ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത കള്ളക്കണ്ണൻ, പ്രിയസഖി രാധയുടെ ഹൃദയം കവർന്നെടുത്ത കാമുകനായ കണ്ണൻ. ഇങ്ങനെ പറഞ്ഞു തഴപ്പിച്ച വാക്കുകളല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ. കറകളഞ്ഞൊരു വിപ്ലവകാരിയായിരുന്നു കൃഷ്ണൻ. സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞത് ആരാ? കൃഷ്ണൻ. അവനവന്റെ മണ്ണ് അവനവൻ തന്നെ പിടിച്ചെടുക്കണമെന്ന് പാണ്ഡവരെ ഉപദേശിച്ചതാരാ? 100% ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കൃഷ്ണൻ. അർജുൻ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൃഷ്ണൻ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഈ കൊപ്രാപുരക്ക് കരുണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൃഷ്ണപുര ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിങ്ങളിൽ ഒരുവനായി കർമ്മനിരതനായി കഴിയുന്ന ഫൽഗുനൻ തമ്പിയുടെ ഏക മകൾ സത്യഭാമ. ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ 6 തരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത്. ദുർഭരണം നടത്തുന്നവരെ, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും എന്നും എന്നും പ്രശസ്തനായ വിപ്ലവകാരി കൃഷ്ണൻ തന്നെയാണ്. ഇന്ന് അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് തന്നെ കാര്യം. അല്ല കരുണന്റെ
ഒരുക്കി ഒരു ചെമ്പനീർ പൂവിന്റെ സൗരഭ്യം പടർത്തി കൃഷ്ണപുര ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫൽഗുനൻ തമ്പിയുടെ മകൾ കുമാരി സത്യഭാമയ്ക്ക് വർണ്ണോഷ്മമായ വരവേൽപ്പ് സ്വീകരിക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും. ആർക്കാണ് ഇവിടെ സ്വീകരണം? വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഖല കീഴടക്കി പോലും ആ കള്ളത്തമ്പിയുടെ കാശിന്റെ ബലത്തിൽ എവിടെയോ വക്കീൽ പരീക്ഷ പാസ്സായി വന്നൊരു പിറപ്പെണ്ണ്. വാർത്ത വേണ്ട, തമ്പി അങ്ങൊന്നിന്റെ അടുത്ത് കളി വേണ്ട. ഇനി അങ്ങോട്ട് അങ്ങൊന്നും വെറും തമ്പിയല്ല, വലുതാ വക്കീലിന്റെ അച്ഛൻ തമ്പിയാ. അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നീ ചോദിക്കുകയാണ്. സ്വീകരണം കൊടുക്കാൻ അവളാരാ? ഈ ശ്രീകൃഷ്ണപുരത്തെ ഝാൻസി റാണിയോ? കണ്ണേറ്റിങ്ങരയിലെ കുഞ്ഞേട്ടൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വീകരണം കൊടുത്തോ? മാതൃഭൂമിക്ക് വേണ്ടി പോരാടി ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് തിരിച്ചെത്തിയ വീരജവാൻ കറിയാച്ചന് നമ്മുടെ നാട് എന്ത് സ്വീകരണമാണ് നൽകിയത്? 1000 പാവങ്ങൾക്ക് സക്കാത്ത് നൽകി ഹജ്ജിന് പോയി തിരിച്ചെത്തിയ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർക്ക് ഇവിടെ ആരും സ്വീകരണം നൽകിയില്ല. പിന്നെയാണ് അറുത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൺപൂര് പോയി പരീക്ഷ പാസ്സായി വന്നതിന് സ്വീകരണം. എടുത്തുകൊണ്ട് പോണം മൈക്കും കോപ്പും. പ്രിയമുള്ള സഹാക്കളെ, നമ്മുടെ നാടിന്റെ കൊപ്രാപ്പുരയ്ക്കൽ കോന്തം കരണ അവന്റെ കടവാ നോക്കി ഒന്ന് പൊട്ടിക്കരുതായിരുന്നു അപ്പൊ തന്നെ. അയ്യോ, ഞാനത് വിട്ടുപോയി, ഓർമ്മിപ്പിച്ചു നന്നായി. നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ചില്ലോ അവൻ എന്നെ. അവൻ എന്താ വിളിച്ചു പറഞ്ഞത്? ചെണ്ടകെട്ട് വരവറിയിക്കാൻ അവളത് ജാൻസി റാണിയാണെന്ന്. അവള് ഝാൻസി റാണി തന്നെയാ, കൃഷ്ണപുരത്തെ ഝാൻസി റാണി. ഒന്ന് വിളംബരം ചെയ്തപ്പോ അവന് കൊണ്ടെങ്കിൽ വരവേൽപ്പ് കാണുമ്പോ നമ്മൾ ഞെട്ടിക്കും. കൃഷ്ണപുര ഗ്രാമത്തെ പുളകം കൊള്ളിക്കുന്ന വരവേൽപ്പായിരിക്കണം. എടാ, വക്കീൽ പരീക്ഷ ഒന്നിറങ്ങി പാസ്സായിട്ട് അവള് വരുന്നത്. സെയിം ചെയ്യൂ. 4 ആളെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് അഭിമാനമല്ലേ? അത് പിന്നെ പറയണോ? നമുക്ക് പൊളിച്ചടുക്കാം മുതലാളി. നമ്മൾ എവിടെയാ നിർത്തിയത്? ഝാൻസി റാണി. ഝാൻസി റാണി എഴുത. മുതലാളി, ഈ ഝാൻസി റാണിക്ക് പൂച്ചയുടെ ഇച്ഛയാണോ അതോ കൂജയുടെ ഇച്ഛയാണോ? ഓച്ചൻ കർണന്റെ ഇച്ഛ. എടാ കോപ്പെ, സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ. അങ്ങനെ പറ, എന്നാൽ എനിക്ക് മനസ്സിലാവും. മുത്തുകുട 50, വർണ്ണക്കാവടി 30, ഉഴങ്കര പ്രഭാരം മുന്നി വേണം. അതാരി നിന്റെ അമ്മായിയപ്പ. എടാ പറങ്ങോട്ട് കാവിലെ കൊമ്പൻ, നെറ്റിപ്പെട്ടോ വെഞ്ചാമരോ മസ്റ്റ്. പിന്നെ തലപ്പൊലി ഏന്തിയ തരുണീമണികൾ. എല്ലാം കൂടി കൃഷ്ണപുരം കവല ഒരു പൂരപ്പറമ്പാക്കണം. അയ്യോ മുതലാളി, ഒന്നും മറന്നു. ഏത്? മുതലാളിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കതിരാവേടി. അതും മറന്നു. എഴുത്. കതിന് 1001. നിതംബം കുലുങ്ങുമാർ. നിതംബം അല്ല, ദിഗന്ധങ്ങൾ. അതെ, ദിഗന്ധങ്ങൾ കുലുങ്ങുമാർ. അത് പൊട്ടണം. അത് കേട്ട് നാട്ടുകാർ ഞെട്ടണം. അത് പൊട്ടിയത്. ഈ എടുക്കാൻ ചെല്ലുമ്പോ കടിക്കാൻ വരിക എന്നൊരു ചൊല്ലുണ്ട്. എനിക്കതാ പേടി. അവളാ ടൈപ്പാ. കടിക്കുമ്പോ തിരിച്ചു കടിച്ചാ മതി. അല്ല, ഇപ്പൊ അതെല്ലാം മാറി. അപ്പൊ പൂങ്കൊടി അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ എന്നുവെച്ചാ ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക, കെ എന്ന് പറഞ്ഞാൽ കഴിയുക. അവരൊന്നിച്ച് കഴിയട്ടെന്ന്. അല്ല മാധവേട്ടാ, ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ്. കെട്ട് നാളെ അല്ലേ? ഇന്ന് ഡേറ്റിംഗ്. ഡേറ്റിങ്ങോ? അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ. ഓഹോ. ആദ്യം ഡേറ്റിംഗ്, പിന്നെ വെഡിങ്. ഇത് കലികാലമല്ലേ സുലൈമാനെ? എല്ലാം തല തിരിച്ചു വേണം. ഇട നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പ്രമാണം. ഇങ്ങനൊരു പേടിച്ചു തോറി. നീ എങ്ങോട്ടാ? ഒരു കമ്പനിക്ക്. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. സംഗതി ഏക്കണം. സംഗതി ഏറ്റ ഇന്ന് രാത്രി എല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കും. കള്ളിന് കള്ള, ശാപ്പാടിന് ശാപ്പാടോ, അങ്ങനെ എല്ലാം. സുലൈമാൻ എന്തായി? എവരിതിങ് ഓക്കെ. മൊത്തം എത്ര കഥനെയാന്ന് പറഞ്ഞത്? 1001. ഒരാൾക്ക് 10 വെച്ച കണക്ക്. അങ്ങനെ മൊത്തം 100. ഓക്കെ. നീ എത്ര കുടിച്ചു? ഞാൻ 4. പന 2, തെങ്ങ് 2. കള്ളിന്റെ കാര്യമല്ല, ഇത് എത്ര കുടിച്ചെന്നാ ചോദിച്ചത്? 3.5. നിന്റെ അണ്ടാവിനൊന്നും പോരല്ലോ മോനെ. 10 കഥനക്ക് തികയണം. അതെ, മൊത്തം 1001 കഥനയല്ലേ? നമ്മൾ 100 10 1000, ബാക്കി 1 കഥന. ഞാനല്ലേ? കേറി പൊടി കൊടുന്ന്. സുലൈമാനെ, മറ്റേ സാധനം റെഡിയല്ലേ? ഓഡിയോ കാസ്റ്റ് അല്ലേ? അതിവന്റെ ഭദ്രമായിട്ടിരിക്കല്ലേ? എവരിതിങ് ഓക്കെ. അപ്പൊ നമുക്ക് അതെ, സംഭവം ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? അത് പിന്നെ കഥനയുടെ സൈസ് അനുസരിച്ചിരിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാര്, പുറം നാട്ടിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി കൃഷ്ണപുരം ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന കുമാരി സത്യഭാമ ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ വമ്പിച്ച ഖരഘോഷത്തോടുകൂടി ആ പുണ്യവതിയെ സ്വീകരിച്ച് ആനയിക്കണമെന്ന് വിനയാനുജനായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. സ്വീകരണ ചടങ്ങിനെ കുറിച്ചുള്ള കാര്യപരിപാടികൾ വിശദീകരിക്കുവാൻ ഞാൻ ശ്രീമാൻ കൊപ്രാപുരയ്ക്കൽ കർണനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നടക്കുന്ന സമൂഹ സത്യയിൽ നല്ലവരെ എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മേളം മുഴങ്ങട്ടെ.
സന്തോഷം. മോളെ 1001 കതിനെയാണ് പൊട്ടാൻ പോകുന്നത്. ചെയ്യരുട്ടോ. റെഡി, ഒഴിച്ചോടാ. കതില പൊട്ടുന്നില്ല. എന്തോ സംഭവിച്ചു? മോളെ വീട്ടിലോട്ട് വെക്കോ. അവനെ മൂക്കൊണ്ട് ഇച്ഛ വരപ്പിക്കും ഞാൻ. കഷ്ടത്തിന്റെ സായാഹ്നം വർഷത്തിന്റെ സായാഹ്നം. നാട്ടുകാരുടെ മുന്നേ എന്നെ മോളെ ഇച്ഛ വരപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയില്ല. നാട്ടുകാരുടെ ആ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് മോക്ക് ഒരു മതിപ്പ് ഇട്ടിട്ട് എന്ന് വിചാരിച്ച് ചെയ്തതാ. നനഞ്ഞു ഇപ്പൊ നല്ല മതിപ്പായല്ലോ. അവളെ ഞാൻ സമാധാനിപ്പിക്കാം. മോളെവിടെ? അവള് മോളിലുണ്ടെന്നാ. ഉടളങ്ങിട്ടുന്നില്ല, തേങ്ങ എന്തെന്നില്ല. അവള് മേളിലുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചു. മോളെ മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക്. മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക്. അച്ഛൻ പറയുന്നത് ഒന്ന് കേക്ക് മോളെ. അച്ഛൻ പറയുന്നത് കേൾക്ക് മോളെ. മോക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്തം വേണേലും അച്ഛൻ ചെയ്യാം. മീശ പഠിക്കണോ? പഠിക്കാം. തല മൊട്ടയടിക്കണോ? അടിക്കാം. തല മൊട്ടയടിച്ച് തലയിൽ ചന്ദ്രൻ തേച്ച് തീക്കുഴി നടക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. മോളെ കാലം കുറേയായി ആ പാർത്ഥം കാരണം ഈ അച്ഛൻ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് നാണക്കേടിനും ഒന്ന് പകരം വീട്ടാൻ നോക്കി പോയി. അതെ, പകരം വീട്ടാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റും അച്ഛനോട് പാർത്ഥേട്ടൻ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ പെങ്ങളുടെ മോനല്ലേ, പോരെങ്കിൽ എന്റെ മുറച്ചെറുക്കനും. മോളെ അവൻ മുറച്ചെറുക്കനല്ല, കുറുക്കനാ. കാലൻ, കരിങ്കാലൻ. അച്ഛന്റെ ഉയരെടുക്കാൻ അവൻ കാലവാസം കൊണ്ട് നടക്കുക. അതെ, ദൈവങ്ങളെ തെറി പറഞ്ഞ് നടന്നിരുന്ന അവനിപ്പോ ക്ഷേത്രഭരണം കിട്ടണം. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രത്തിന്റെ താക്കോൽ അച്ഛന്റെ വസൂലാക്കി അതിനകത്തുള്ളത് മുഴുവൻ കട്ടുമുടിക്കണം. എന്നിട്ട് ആ പഴി അച്ഛന്റെ തലയിൽ ചാരി എന്നെ അകത്താക്കണം. അത് അവന്റെ ലക്ഷ്യം. അതെ, ഇതൊന്നും അറിയാതെയാണ് മോൾ അച്ഛന് പഴി ചാരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ദിരാജി എന്ന പോലെ, സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ബേനസീർ എന്ന പോലെ അച്ഛന്റെ പിന്നിലെ ശക്തിയായി നിന്നെ നിർത്തി അവനോട് പകരം വീട്ടാമെന്ന് അച്ഛൻ കണക്കുകൂട്ടി. അതിനാ ഇതൊക്കെ ചെയ്തത്. വേണ്ട, എല്ലാം അവസാനിപ്പിച്ചേക്കാം. താക്കോൽ കൊടുത്ത് ഭരണം ഏൽപ്പിക്കാം. എല്ലാം കട്ടുമുടിക്കട്ടെ. എന്നിട്ട് പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ ഈ ഫൽഗുനൻ തമ്പി ഈ ചെറിയ വീട്ടിലെ ഏതെങ്കിലും ഒരു ഇടനാഴിയിൽ ജീവിതകാലം മുഴുവൻ ചുരുട്ട് കുടിക്കുള്ള. ആ ദയനീയത്തിൽ കണ്ടു നിൽക്കാനുള്ള കരുത്തി കരുതലില്ല. ജാൻസി റാണി ഇട്ട് തന്ന് ഞമ്മളെ രക്ഷപ്പെടുത്തിയ പൊന്നാര മോനെ. പക്ഷേങ്കിൽ ആ റാണി തന്നെ നേരിട്ട് വന്നെന്റെ ശൈത്താനേ. എന്തായി ശങ്കിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലേ എന്നെ? കൃഷ്ണഭർത്തെ ജാൻസി റാണി, അതാണല്ലോ നിങ്ങൾ എനിക്ക് കൽപ്പിച്ച പേര്. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അബദ്ധായി ഇന്നിപ്പോ അങ്ങോട്ട് തോന്നുന്നു. കാരണം യഥാർത്ഥ ജാൻസി റാണി ഒരു പടയുടെ മുമ്പിലും തോറ്റ് പിന്മാറിയിട്ടില്ലല്ലോ. ഒരുതി അങ്ങോട്ട് നേടിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒടുവിലൊരു വീരചരമവും. ഇതങ്ങനെയല്ലോ, വാലും ചുരുട്ടി ഓടുകയായിരുന്നില്ലേ കൃഷ്ണപുരത്തെ ആൺപടയുടെ മുമ്പിലെ. എന്താ സുലൈമാൻ തിരുമേനി? ഈ പറഞ്ഞ ആൺപടയുടെ നേതാവ് താങ്കളാണല്ലോ, ശത്രുപക്ഷത്തിന്റെ അച്ഛൻ. പക്ഷേ ഈ നേതാവിന് ഇന്നലെ കവലയിൽ കാണിച്ച പോലെ തട്ടുപൊളിപ്പം വിദ്യകളെ വശമുള്ളൂ. നെഞ്ചുവരിച്ചു നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചത്? പറയാം. അച്ഛനോടുള്ള ശത്രുത ഇവിടുത്തെ ബാലഗോപാല ക്ഷേത്രത്തിന്റെ ഭരണത്തെ ചൊല്ലിയല്ലേ. അച്ഛന്റെ കൈവശമുള്ള ക്ഷേത്രത്തിന്റെ താക്കോൽ എന്നേക്കുമായി കൈക്കലാക്കണം. അതല്ലേ പരമമായ ലക്ഷ്യം. അപ്പൊ വന്നുടനെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. താക്കോലിന്റെ സ്ഥാനം അച്ഛൻ കിടക്കുന്ന ആവണിക്കെട്ടിന്റെ തലയ്ക്ക് തന്നെയാണ്. അതെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നാവിൻ തുമ്പത്തെ വികട സരസ്വതിക്കൊപ്പം മഹാഭാരതത്തിലെ പാർത്ഥന്റെ ബുദ്ധിയും ശൗര്യവും ഈ പാർത്ഥനുണ്ടോന്ന് കാണട്ടെ. നിന്റെ അച്ഛനാ ഫൽഗുനൻ തമ്പിയുടെ ആവണിക്കട്ടിലിന്റെ അടിയിലിരിക്കുന്ന താക്കോലെടുത്ത് നിന്റെ കയ്യിൽ തന്ന നീ എനിക്ക് എന്ത് തരും? നിങ്ങളൊരാണാണെന്ന് സമ്മതിക്കും. അതുപോലെ എന്ത് തരും? എന്തും. സുലൈമാനെ, എന്തും തരും.
എല്ലാവരും നല്ല ഉറക്കമാ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാ അപ്പൊ നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണം. ഓക്കെ? എന്റെ ആണത്ത് അവൾക്ക് തെളിയിക്കണമല്ലേ? ഞാൻ ആണാണെന്ന് ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അത് വേണം. കുഞ്ഞിഞ്ഞ് എന്തിന് കുറ്റി തുറക്കാൻ? കൃഷ്ണ ഗുരുവായൂരപ്പാ. മോള് വന്ന ദിവസം ഞാൻ ഇന്ന് അവിടെയാ. ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാ മതി. നീ ഇവിടെ കിടന്നോണ്ടെന്തോന്ന് പറയാ? ഞാനിതങ്ങ് പൂട്ടുക. ഞാൻ എന്നേ പൂട്ടി. ചിമ്മിക്ക് ഇതാണോ പ്രശ്നം? ജിമ്മി മോങ്ങാ തടയി കിടക്കേ. സൈലൻസ്. നിന്റെ ഗതി എന്നടാ എനിക്ക്. നീ ഒറ്റയ്ക്ക് ഞാനും ഒറ്റയ്ക്ക്. നമ്മുടെ ഗതികേട് ആരറിയാൻ, ആര് കാണാൻ? എന്തൊരു സ്ഥലം. ഇവിടെ നിൽക്കാൻ വയ്യ, കിടക്കാം. നീ ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. താരേ അതെന്റെ കൈയാടി. തിരിച്ചോടിക്കല്ലേ, തിരിച്ചോടിക്കല്ലേ. ഇതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കാല് പിടിക്കോ? മോളെ കെട്ടിക്കാറായി. എന്നിട്ടാ എഴുന്നേക്ക്. എന്തെങ്കിലും ആട്ടെ. വാ. ഇതെന്നാ തടി കൂടിയോ? ഇല്ലല്ലോ. കൂടിയോ? നീ പറഞ്ഞ ചങ്കൂറ്റം പാർത്തം കാണിച്ചിരിക്കുന്നു. മതിയാ? അയ്യോടാ, താക്കോലെടുക്കാൻ പോയ വീരൻ ജാൻസിറാണിയെ പൊക്കിക്കൊണ്ടുപോകുന്നു. നീ എന്താ പറഞ്ഞത്? അച്ഛൻ കിടക്കുന്ന ആവണിക്കട്ടലിന്റെ അടിയിലാണ് താക്കോലെന്ന്. ആവണിക്കട്ടലിന്റെ അടിയിൽ അല്ലടി താക്കോല്. അതിനേക്കാൾ നല്ല സേഫ് ലോക്കറിന്റെ അടിയിൽ. അതെവിടാ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ സുലൈമാനെ? കുടത്തിലാണോ പോയത്? ദുപ്പ കാണിച്ചുതരാം. എടീ, നീ മനസ്സിനകത്ത് കാണുമ്പോഴേ ഈ പാർത്ത മാനത്ത് കാണും. എന്നാ നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ്. എന്നെടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്കു വഴി കൂടെ അല്ല പാർത്തനെ തോൽപ്പിക്കേണ്ടത്. പോടി അവിടെ പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കാൻ. സുലൈമാനെ കൊണ്ടാക്കടാ. അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും. സുലൈമാനെ, എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ, ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയാ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പൊങ്കുടി, ഇവിടെ എന്തെങ്കിലും നടക്കും. ശവം. പൊങ്കുടി, പടക്കവും തീപ്പെട്ടി ഒരുമിച്ചിരിക്കുന്നത് പൊട്ടൂലേ? പൊട്ടട്ടെ. എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. ആണോ? പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറി കിടത്തി ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ
ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞൊന്ന് കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്തിന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവരെ വെച്ച് നീ എന്നെ പറ്റിക്കാനോ? അവന്റെ തലയിൽ പീലി. എന്താ പാർത്തത്? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിയിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്തിന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാറ്റടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു. സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത് ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരിയ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വെളിച്ച ഒരു ഒറ്റ വരവ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തിൽ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്നറിയാമോ? അയ്യേ, അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പൊ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. കാലം പോയി പോക്ക് നോക്കിയേ, ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകുന്നു. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതായി ഈ വാലിവ്. വണ്ടി എടുക്കണ, വണ്ടിയല്ല നമ്മുടെ വണ്ടി എടുക്കാം. വിട്, ശ്വാസം വിടാൻ. വാർത്ത ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിൽ സ്റ്റെപ്പിന് ഷെഡിലുണ്ട്. വാർത്ത നിക്ക്, നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലപ്പ ചോദിച്ചത്. എടാ നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദൻ ആശുപത്രിക്കാൻ നോക്ക്. അല്ല എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോവണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോണ്ടെന്ന്. ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? പടച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞതാ ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അയ്യോ, അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു വാർത്ത. ഓ അത് ഞാനാണോ കൊടുക്കേണ്ടത്? എന്തൊരു കഷ്ടം. ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. മറ്റേ സാധനം കഴിച്ച ഈ പരുവത്തിലായത്. അതല്ല കത്തുന്ന സാധനം. അത് കഴിച്ചു ഉള്ളതും കൂടി കത്തിപ്പോയി. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം. അതല്ല ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ? അമ്മേ, ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ. തിരി ഇപ്പൊ കെടും. ചെല്ല്. എല്ലാരും ഇവിടെ എന്റെ കയ്യില് ചില്ലറയില്ല. അവരോട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ പറ. ഇവര് നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. പിന്നെ അഗതികളാണ്, അഗതികൾ.
ഈ അഗതികൾക്ക് ഇനി സ്വാമി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അല്ലേ? ഏത് സ്വാമി? ഈ സ്വാമി അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? സ്വാമി ഇങ്ങ ഒന്നേ പറഞ്ഞുതരാം. അതെ, ലക്ഷങ്ങളുടെ വകയായി നിൽക്കുന്നത്. ഈ പിച്ചക്കാരാ? പിച്ചക്കാരോ? ഇവരൊക്കെ പിച്ചക്കാരാണെന്നാ നിന്റെ വിചാരം? പിന്നെ സർക്കാർ ആശുപത്രിയിലെ രോഗികളാ. അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? സർക്കാർ ഡോക്ടർമാർ വഴി സമരത്തിലല്ലേ? കംപ്ലീറ്റ് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ദേ ആ പുറത്ത് നിൽക്കുന്നതേ ഒരൊറ്റ വാർഡിലെ രോഗികളാ. ഇനിയും കൊണ്ടൊരു പൂരത്തിലുള്ള ആള് വേറെ. ഇവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞു തരാ. ആ ഗുരുവായൂർ സംഭവത്തിന് ശേഷം നിനക്കെന്തോ ദിവ്യത്വം കൈ വന്നിട്ടുണ്ടെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരിക്കും. കർപ്പൂരം കൊടുത്ത് കിളവന്റെ ദീനം മാറ്റുന്നു, മുറിയിലെ വിളക്കണഞ്ഞത് മുറ്റത്ത് നിന്ന് അറിയുന്നു. ഇതൊക്കെ ഞാനിപ്പോ സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടാ വരുന്നത്. നീ ആ ദ്വാരത്തിൽ കൂടി പോയത് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ അങ്ങ് കോരി തിരിച്ചു പോയില്ലേ? ആ കിളവന് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്ത് ഇവരുടെ ദീനം മാറിയാൽ പിന്നെ നീ നാട്ടിൽ ആരാ വാർത്ത? ആരാ? ദിവ്യനല്ലേ, ദിവ്യൻ. അഗതികൾക്കായി നമുക്കൊരു ആശ്രമം തുടങ്ങാം. നീ മഠാധിപതി, സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. കൈ ചുരുട്ടി ഞാനൊന്ന് തന്നാണ്ടല്ലോ. നീ നിന്തിരുവടിയല്ല വടിയായി പോവും. എന്നാ പൊട്ടീരടാ, പൊട്ടീര്. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞത് എനിക്ക് തന്നെ പൊട്ടീര്. നാട്ടുകാരെ അന്നാക്കി നടന്നോ നീ? ആകെ കൂടിയുള്ളത് ആ കട്ട വണ്ടിയാ. ഇപ്പൊ തന്നെ എഞ്ചിൻ പണി 8 പ്രാവശ്യം കഴിഞ്ഞു. എടാ, നമുക്ക് ആ പൂങ്കൊടിയെ കെട്ടിച്ചു വിടണ്ടേ? തറവാട് തിരിച്ചു വാങ്ങണ്ടേ? ആ കള്ള തമ്പിയോടും മകളോടും പ്രതികാരം ചെയ്യണ്ടേ? ഇതിനൊക്കെ ചങ്കുറ്റം മാത്രം പോരാ, കയ്യിൽ ഒരു സാധനം കൂടി വേണം. പണം. കേട്ടിട്ടില്ലേ? പണത്തിന് മീതെ പരുന്തും പറക്കൂല. കാറ്റ് വീശുമ്പോ തൂറ്റാൻ പഠിക്കണോടാ, അതാണ് ബുദ്ധി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പറഞ്ഞു വിട്ടേക്കാം. അതെ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു പക്ഷേ? അല്ല, ഈ ആശ്രമവും മഠാധിപതി എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രായവും പക്വതയൊക്കെ വേണ്ടേ? അയ്യോ, ഒരു പ്രായവും പക്വതയും വേണ്ട. രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തവൻ, സിനിമയിൽ ചാൻസ് ഇല്ലാത്തവൻ, എന്തിനധികം തേരാപ്പാര തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെ മഠാധിപതികളാവുന്നില്ലേ? പിന്നെ നിനക്കായാലെന്താ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസമില്ല. അതൊക്കെ എന്റെ പേരെന്താ പറഞ്ഞത്? സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. അപ്പൊ നിന്റെ പേരോ? സുലൈമാൻ റാവുത്തർ. അല്ല, അത് ശരിക്കുള്ള പേര്? ഓ, സ്വാമി സുലൈമാൻ സ്വാമി. ഓ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്നത് പാർത്തനും സുലൈമാനും. അവിടെ ഉണ്ട്. ആരും പേടിക്കണ്ട, ബോധം കെട്ട് വീണത്, അല്ലാണ്ട് കാഞ്ഞു പോയതല്ല. കൃഷ്ണ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇങ്ങോട്ട് മാറി. തിരുവേനി ഇപ്പൊ വിളിക്കണ്ട, എണീക്കില്ല. അതെന്താ? വിഗ്രഹം കാണാണ്ടായപ്പോ കിടന്ന കിടപ്പ. ഇടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ എന്നൊന്നും. മകനാണോ? അല്ല, അത് കൃഷ്ണൻ പോറ്റിയല്ലേ, ഇത് ഭഗവാൻ കൃഷ്ണ വിളിച്ചതാ. സ്വാമി അവിടേക്കല്ല, അത് സ്വാമി അരവിന്ദ് സ്വാമി. ഇത് സ്വാമി എന്നെ വിളിച്ചതാ. മരുന്ന് കിട്ടിയ സുലൈമാൻ സ്വാമി. പഠിച്ചോൻ അനുഗ്രഹം കൊണ്ട് കിട്ടി സ്വാമി. സുലൈമാൻ സ്വാമി. ആശ്രമത്തിലെ എല്ലാ പേരും സ്വാമിമാരല്ലേ സ്വാമി? അതെ സ്വാമി. ഇത് നല്ല തമാശ. നന്നായി. കള്ളനും പോലീസും കൂടെ ഇവിടെ സിനിമാ കഥ പറഞ്ഞു നിന്ന് കോൾമയറുള്ളതാണോ? നോക്കിയിരിക്കാതെ അറസ്റ്റ് ചെയ്യുവനെ. എന്തിനാ? ചുമ്മാ ഒരു രസത്തിന്. സാറേ, വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. പ്രസിഡന്റ് എന്തായി പറയുന്നേ? ഈ സ്വാമിയോ? ഇവൻ എവിടുത്തെ സ്വാമി? യവ ആസാമിയാ. ഓ, ആസാമി അല്ല, ഔറംഗബാദി. വിഗ്രഹം കട്ടെടുത്തിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിട്ടിയ വേഷമല്ലേ ഇത്? കാവി. അമ്മാവൻ സ്വാമി, നിന്റെ ഈ മുഖം മൂടി ഇന്ന് ഞാൻ പൊളിക്കൂടാ. പാർത്ഥാനന്ദ തിരുവടികളെ. സർ, കളക്ടർ വരുന്നു. ഓ, കളക്ടർ എന്തിനാ ഇവിടെ വരണം? അത് നേരാണല്ലോ. കളക്ടറെ വിളിച്ചു വെച്ചേ ഞാനാ. കളക്ടർ മാത്രമല്ല, MLA യും മന്ത്രിയും വരും. കളക്ടറുടെ ഉത്തരവിന്മേൽ ഇവനെ കയ്യാവം വെച്ചുകൊണ്ട് പോകുന്ന നാട്ടുകാര് കാണണം. പോയി കളക്ടറെ സ്വീകരിക്കും സാറേ. നമസ്കാരം സാർ. എന്താണോ വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, മുഴുവനോടെ കിട്ടി തമ്പിക്ക്. സാർ, വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. വെറുതെയാണ് സാർ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇയാള് വെറുതെ എന്തൊക്കെയോ. അല്ല, തെളിവുണ്ട്, തെളിവുണ്ട്. എന്ത് തെളിവ്? മാറ്റിപ്പിടി. കാണണോ? കാണണോ നിനക്ക്? വാ സാർ, വന്നാട്ടെ. സാറ് കാവ്യാളെ നോക്കിക്കോ. അയ്യോ, തിരുമണി എഴുന്നേക്ക്. ആളുകൾ ചവിട്ടി തരുമോ? തിരുമണി പറയാൻ ഉണ്ടാവണം സാർ. കേട്ടോ സാർ. എന്റെ മോളുടെ കയ്യിലിരിപ്പില്ലേ? കയ്യിലിരിക്കുന്നില്ലേ? ഇതാണ് തെളിവ്. തിരുമണി. കൃഷ്ണ, താളിയോല. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എഴുതി നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ ഇതെങ്ങനെ പുറത്തു വന്നു? ഇവൻ എടുത്തതാ. പൂട്ടിക്കിടന്ന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് ഇവൻ കണ്ടെടുത്തു. ഉണ്ണിയല്ല, നീ തന്നെ. കോടതിയിൽ എനിക്കെതിരായി സാക്ഷി പറയണോന്ന് പറഞ്ഞ് നീ ഇത് കാട്ടി എന്റെ മോളോട് പറഞ്ഞത് ഞാൻ പറയണോ? ഇവൾ എന്റെ മോളാടാ, തന്തയ്ക്ക് പറഞ്ഞ മോള്. കളക്ടർ സാറേ, ഇത് കട്ടെടുത്ത് ഇവനാണെങ്കിൽ പിന്നെ വിഗ്രഹം കട്ടെടുത്ത് ഇവൻ അല്ലാണ്ട് പിന്നെ ആരാ? എന്താ കളഞ്ഞു പോയ അണ്ണാനെ പോലെ നോക്കി കണ്ട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് കൊടുക്ക സാറേ. എന്റെ ഉണ്ണി അറസ്റ്റ് ചെയ്യരുത്. ഉണ്ണിയല്ല അറസ്റ്റ് ചെയ്യുന്നത്, നിന്നെയാ. വിലം കൊണ്ടുവാ, വിലം കൊണ്ടുവാ. കോടതി കൊണ്ടുപോകില്ലേ? മയില്
എങ്ങോട്ടാ? നിർത്താൻ നിർത്താൻ. നീ ആരാന്നാ ചോദിച്ചത്? ഇതുവരെ നീ വെറും ഡ്രൈവർ ആയിരുന്നില്ലേ? അതായത് സാരഥി. ഇനി ഞാൻ സാരഥി. നീ പാർത്ഥനല്ലേ? അപ്പൊ പാർത്ഥന്റെ സാരഥി പാർത്ഥ സാരഥി. ഇനി പൂങ്കൊടി കളിക്കാം. ഈ കാടിട്ടത് അത് നോക്കിയിരിക്കണം. ആണ് ആണെന്ന്. അയ്യോ, പൂങ്കൊടിയുടെ കാര്യം. പൂങ്കൊടി ആരടിവൻ? പാർത്തേട്ടാ ഇത് ഇവനല്ലേ അവൻ? യവൻ ലവൻ. ലവന് അല്ല കുശൻ. എടാ നീയല്ലേ എന്നാ കാറില്? കാറിലോ? ഏത് കാറില്? KL8 57 17 75 മോഡൽ ഫിയറ്റ് കാർ. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പൂങ്കുടി പാർത്തേട്ടാ, ഇത് മാധവേട്ടൻ. പാർത്തേട്ടന്റെ കൂടെ പഠിച്ച മാധവേട്ടൻ. മാധവേട്ടനോ? ഏത് മാധവേട്ടൻ? അങ്ങനെ ഒരു മാധവൻ എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. എടാ പാർത്ഥ, നിനക്ക് എന്നെ മനസ്സിലായില്ല? ഗോളിവർ റോയൽ കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച മാധവൻ. അങ്ങനൊരു മാധവൻ എന്നോടൊപ്പം പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവനിത് എന്ത് പറ്റി? എടാ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറക്കാതെ പഴയ ചങ്ങാതിയെ കാണാൻ എത്ര ദൂരം താണ്ടി വന്നവനാ ഞാൻ. എന്നിട്ടും നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പാർത്ഥ, തീരെ പ്രതീക്ഷിച്ചു. ഓ പിന്നെ കൂടെ പഠിച്ച ചങ്ങാതിയെ കാണാൻ കോളിയർന്ന് ഇത്രയും ദൂരം ഓടി വരാൻ ഇവിടെ എന്താ കോളിയർ റോയൽ കോളേജിൽ അലൂമിനി ഫംഗ്ഷനോ? ദേ നിന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടാ, നീ ആ കള്ളത്തമ്പിയുടെ ആളല്ലേ? തമ്പിയോ? ഏത് തമ്പി? തമ്പി നിന്റെ മറ്റേ. ഓ ഉണർന്നോ കുംഭകർണൻ? അമ്മ എത്തിയോ? ആരാമേവൻ? അയ്യോ, നിന്റെ ഒപ്പം പഠിച്ച ചങ്ങാതി. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? പറ്റിയത് നിനക്കാ. നിനക്കെന്നെ അറിയാം, പണ്ട് മുതൽക്കേ അറിയാം. അറിയാത്ത പോലെ അഭിനയിക്കുക. മോനെ, ഒപ്പം പഠിച്ചപ്പോഴുള്ള കഥകളൊക്കെ മാധവനോട് പറഞ്ഞിരിക്കായിരുന്നു. നീ കോളേജിലെ പടിക്കെട്ടിന്ന് വീണ് കൈയൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. പാർത്തേട്ടനാ ഒന്നും ഓർമ്മയില്ലാത്ത. മാധവേട്ടാ, കദളിപ്പഴം കുറച്ച് കിട്ടി. പിന്നെ വെണ്ണ എത്ര നല്ലതാണെന്നറിയില്ല, എന്നാലും വാങ്ങി. കദളിപ്പഴവും വെണ്ണയോ? ഇതാർക്ക്? നിന്റെ ചങ്ങാതിക്ക്. കദളിപ്പഴവും വെണ്ണയും ചേർത്ത് കഴിച്ചിട്ടില്ല? ഇല്ല ഇല്ല. നല്ല കോമ്പിനേഷനാ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. നീ ഒന്ന് കഴിച്ച്. ക്ഷേത്രത്തിലെ കളവുമായി വിഗ്രഹം കുട്ടനായുടെ പറമ്പിലുണ്ടെന്ന് അവിടെ കുളിച്ചോണ്ടിരിക്കുക. വേഗം വാ. കുഴിക്കണോ? കുഴിക്കോ കുഴിക്കോ കുഴിക്കേ. ഇതെവിടെ സ്ഥലം മാറിയോ? വിഗ്രഹം കിട്ടി. കിട്ടിയോ? എന്റെ കൃഷ്ണ, സ്വപ്നത്തെ കാണിച്ചത് ഇത്ര അച്ചട്ടാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. സ്വപ്നത്തിലോ? അതേന്ന് നേരം പുലരാറായപ്പോ ഇടത്തെ ചെവിയിൽ ഒരു സംഘനാദം. തെക്കേതിലെ കണാരന്റെ പൂവങ്കോഴി കൂവിയതാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നൊരു അശരീരി. ഭക്ത ശിരോമണിയായ ഫൽഗുനൻ തമ്പി
കുട്ടൻ നായരുടെ പറമ്പിന്റെ കിഴക്കേ മൂലയ്ക്ക് കുഴിക്ക് കളവോയ വിഗ്രഹം കിട്ടുമെന്ന്. ദേ കോൾമയിർ കൃഷ്ണ, ഇത് അവൻ തന്നെ കുഴിച്ചിട്ടതാ, എനിക്ക് ഉറപ്പാ. ഭഗവാനോ? അല്ലടോ പാർത്ഥ. എന്താ ഇവിടെ? വന്നല്ല, കണ്ടോടാ നീ കുഴിച്ചിട്ട വിഗ്രഹം. ഞാനോന്നോ? പിന്നെ അല്ലാതാരാ കുഴിച്ചിട്ട കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? ഇല്ല, എനിക്കറിയില്ല. ഇത് കുഴിച്ചിട്ട് ഞാനല്ല, നീ തന്നെയാണ്. ക്ഷേത്രത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കട്ടെടുത്തത് നീയാണെന്ന് ഈ നാട്ടുകാർ കണ്ടതാണ്. വരുവടാ, ഇപ്പൊ വരും. MLA-യും പോലീസും കളക്ടറും ഒക്കെ ഇപ്പൊ എത്തും. എല്ലാവരെയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി നീ രക്ഷപ്പെടില്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നിങ്ങൾ പറ, എന്ത് ശിക്ഷ നീ കള്ളന് കൊടുക്കേണ്ടത്? ഞാൻ പറയാം. ഭഗവാന്റെ വിഗ്രഹം കട്ടെടുത്തതിനുള്ള ശിക്ഷ ഞാൻ വിധിക്കാം. മാധവ? അതെ, മാധവൻ തന്നെ. ഏത് മാധവൻ? ഇവൻ ആര്? പറയാം. നീ എന്ത് കരുതി നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നോ? എന്റെ മുതുമുത്തച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങളുടെ തറവാടിന്റെ വേരോടിയ മണ്ണാണ് ഈ കൃഷ്ണൻ. ഏത് മുത്തച്ഛൻ? മുകുന്ദൻ മുത്തച്ഛൻ. ഏത് തറവാട്? വൈകുണ്ഠപുരം തറവാട്. അതെവിടെയാ? ഇപ്പൊ ഇല്ല, ക്ഷയിച്ചു പോയി. എല്ലാവരും ഇപ്പൊ ചാവാക്കാടിനടുത്താണ്. കടപ്പുറത്താണോ? അല്ല, പെരപ്പുറത്ത്. അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല, എടാ, പടക്കുറുപ്പന്മാരുടെ തറവാടാ ഞങ്ങൾ. വാളും പരിചയം വെച്ച് പൂജിച്ച വിഗ്രഹമാണത്. അതാണ് നീ കട്ടെടുത്തത്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഞാൻ വിധിക്കും. എന്നാ വിധിക്ക്. ഇവനെ തല്ലിക്കൊല്ലണോ കല്ലറിഞ്ഞു കൊല്ലണോ? ഏയ്, അതൊന്നും പോരാ ഇവന്. മുത്തച്ഛന്മാരുടെ കാലത്ത് പടക്കുറുപ്പന്മാരുടെ ഒരു 3-ാം മുറ പ്രയോഗമുണ്ട്. മുണ്ടുവെക്ക്. പൊക്കി മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞു കേട്ടില്ലേ? മുണ്ട് മടക്കി കുത്തണോ? മുട്ടുകാലിൽ മുഴയുണ്ടോ? ഒരു മുഴയുണ്ട്. മുട്ടുകാലിൽ ഒരു മുഴയുള്ളവൻ കുടുംബപരമായി മുഴുക്കള്ളനാണെന്നാണ് ശാസ്ത്രം. എന്റെ അനന്തരവനാണ്. കുറ്റമല്ലല്ലോ. ഒന്ന് പുറകോട്ടുന്നേ. ശിക്ഷ വിധിക്കുന്നത് ഞാനാണെങ്കിലും അത് നടപ്പാക്കേണ്ടത് ഈ കൃഷ്ണവൃത്ത കാരണവരായ തമ്പി അദ്ദേഹം. അതിന്റെ പുണ്യം അങ്ങേക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഏറ്റു. നീ മിടുക്കനാണ് മാധവ. ഞങ്ങൾ പടക്കുറുപ്പന്മാരുടെ ആചാരപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാരണവരും നാട്ടുകാരും ഒരു വായ്ത്താരി ചൊല്ലണം. എന്ത് വായ്ത്താരി? എല്ലാവരും കണ്ണടച്ച് ചെവി മൂടി ഞാൻ പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലിയട്ടെ. എല്ലാവരും കണ്ണടച്ച് ചെവി പൊത്തി ഇദ്ദേഹം പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലണം. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട് ദേശത്തെ പരകോടിയാട്ടം. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചട്ടെ. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട്ട് ദേശത്ത് പരകോടിയാട്ടം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ശിക്ഷ നടത്തൽ. അവന്മാരോട് പോയി എങ്ങോട്ട് പോയണോ? ഓടി പോണോ?